ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഈ സംരംഭത്തിലേക്ക് കടന്നു വന്ന ബിസിനസ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പല ആൾക്കാരും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ പണം ഉണ്ടാക്കണം, ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് എല്ലാവരും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന പല ടെൻഷൻ, വിഷാദം പോലെയുള്ള നമുക്കുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ആരും ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കാറില്ല. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ ഒരു ഒഴുക്കിനകത്ത് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നു. പക്ഷെ പലരും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഇടേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ ചാനലിൽ കാണുന്നവരാരും തന്നെ കടന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്താണ്. ഞാൻ ഇന്നിരിക്കുന്നത് ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ എന്ന ക്ലിനിക്കിലാണ്. ഞാൻ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ അത്രയും അടുത്ത് കാണുന്ന ഇന്ദുലേഖ മാമിനെയാണ് ഞാൻ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ദുലേഖ മാം ഒരു സൈക്കോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമാണ്. ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ എന്നൊരു ക്ലിനിക്ക് ട്രിവാൻഡ്രത്ത് നടത്തുന്നു. ഒപ്പം ലീലാരവി ഹോസ്പിറ്റൽ വെഞ്ഞാറമൂട്ടിലെ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ മാമിൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്. പക്ഷെ ഇതിന് മുമ്പ് വന്നിരുന്ന സിറ്റുവേഷൻ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു അല്ലേ. ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്, കുറേ കരഞ്ഞു. ഇതിനൊക്കെ ശേഷമാണ് കംപ്ലീറ്റ് ആയിട്ടൊരു ഹീല് കിട്ടിയതിന് ശേഷം വളരെ ഹാപ്പി ആയിട്ട് മാമിൻ്റെ അടുത്ത് നിന്നിരിക്കുകയാണ്. മാം വളരെ പാഷനോട് കൂടിയാണ് നമ്മൾ സംരംഭകർ ഓരോരുത്തരും ബിസിനസ്സിലേക്ക് ചുവട് വെക്കുന്നത്. ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമ്മൾ വളരെ ഇഷ്ടത്തോടെ ഈ ഒരു മേഖലയിലേക്ക് വളരെ പാഷനോട് കൂടി തന്നെ ജോലി ചെയ്യും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഫാമിലി ലൈഫും ബിസിനസ് ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകൾ തുടങ്ങും നമുക്ക്. അതിനുശേഷം കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യം നമുക്ക് ശരിയായിട്ട് രീതിയിലൊന്നും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നീട് ബിസിനസ്സിലായാലും ഒത്തിരി ഓർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ഒരു സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള സ്ട്രെസ്. അതിലൂടെ പിന്നീട് നമുക്ക് രാത്രി ഉറക്കം കിട്ടില്ല. പല പല കാര്യങ്ങൾ ഓർത്ത് എനിക്ക് നന്നായിട്ട് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല, അതിനോടൊപ്പം തന്നെ എനിക്ക് നല്ല പെർഫെക്ഷനിൽ എനിക്ക് എൻ്റെ പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുള്ളതും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരുമിച്ച് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ഓക്കെ. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോർമലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു വീട്ടിലൊരു 80% റെസ്പോൺസിബിലിറ്റീസ് സ്ത്രീകൾക്ക് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടാതെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയും കൂടി എടുക്കുമ്പോൾ അതിനകത്തുണ്ട് ഒരു 100% റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നീതു, ശരിക്കും നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ആദ്യമേ ഒരു സ്റ്റാർട്ടപ്പിനകത്ത് പലപ്പോഴും ഞാൻ ബുക്സിനകത്തൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പുതിയതായിട്ടൊരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാലും എല്ലാവരുടെയും ആഗ്രഹമാണ് സക്സസ് ആവണം അല്ലേ. പക്ഷേ അതിനകത്ത് നീതു തന്നെ അറിയാം, കാരണം നമ്മളൊരു സ്റ്റഡീസ് ഉണ്ട്, അതായത് ഒരു 5-ൽ 3 ചിലപ്പോൾ ആദ്യം ഫെയിലിയർ ആണ്. അത് എന്ത് ചെയ്താലും ബിസിനസ് സ്റ്റാർട്ടപ്പ് എന്ന് മാത്രമല്ല, എന്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ആദ്യമേ നെഗറ്റീവ് പറയുന്നില്ല, ബട്ട് നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനിങ് വേണം. അതായത് എന്ത് നമ്മൾ തുടങ്ങുമ്പോഴും ആദ്യം ചിലപ്പോൾ ഒരു ഫെയിലിയർ വന്നതിന് ശേഷമായിരിക്കും നമുക്കൊരു സക്സസ് ഉണ്ടാവുന്നത്. കാരണം നമ്മളൊരു അമിതമായ പ്രതീക്ഷയോടെ ആയിരിക്കും ചിലപ്പോൾ ഒരു കാര്യം തുടങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടൂ മച്ച് ഓഫ് സ്ട്രെസ് അതിനകത്തുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നീ ഇത് പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ കാര്യം നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം. ഇതിനകത്ത് എല്ലാം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല 300 ടൈംസ്. തന്നെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കായിരിക്കും അവിടെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അതൊന്ന് നേരെയായില്ല. അപ്പം അതെല്ലാമായിരിക്കും അതിനകത്ത് വരുന്ന ഒരു സ്ട്രെസ് ഫാക്ടർ. അപ്പോൾ ആ സ്ട്രെസ് ഫാക്ടർ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം. കാരണം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചിലപ്പോൾ ശരിയാവില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ട്രെസ് ഫാക്ടറിനെ നമുക്ക് ഒരു പരിധി വരെ നേരിടാൻ പറ്റും. അപ്പോൾ അത് ചിലപ്പോൾ നീതുവിനും എനിക്ക് തോന്നുന്നു നമുക്കും എല്ലാവർക്കും, കാരണം ഇപ്പം ഞാനും ഈ ഹീലിംഗ് ട്രീ തുടങ്ങിയ സമയത്ത് എനിക്കെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടെന്ന് കരുതി നമ്മൾ പുറകിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോവുക. പിന്നെ മെജോറിറ്റിയും ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ടൊരു പുതിയൊരു കാര്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർഡറായിട്ട് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാവും സ്ട്രെസ് ഫാക്ടേഴ്സ്. അപ്പോൾ അത് ശരിക്കും അതിനകത്ത് ഓരോന്നായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് പറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടേതായ രീതിയിൽ ആ സ്ട്രെസ് ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യമായിരിക്കും ആദ്യം ഇതിലേക്ക് ഇറങ്ങുന്ന ഒരാൾ മനസ്സിലാക്കിയിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് തോന്നുന്നത്. കാരണം ഡെഫിനറ്റ്ലി അതിനകത്തൊരു സ്ട്രെസ് ഫാക്ടർ ഉണ്ട്. അത് ഇതിന് മാത്രമല്ല, എല്ലാത്തിനകത്തും ഉണ്ട്.
വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കണമെന്നും തൻ്റെ വീട്ടിലുള്ളവർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം, അറ്റ്ലീസ്റ്റ് കുട്ടികൾക്ക് ഒരു 100 രൂപയ്ക്കുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ ഈ ഒരു ചാനലിൽ കാണുന്നുണ്ട്. ഇതിൽ പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കയ്യിൽ ഒരു കഴിവുണ്ട്, അത് കുക്കിംഗ് ആകാം, പെയിൻറ്റിങ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളുണ്ട്. പക്ഷേ ഈ കഴിവ് ആയിട്ട് എനിക്ക് സംരംഭം തുടങ്ങാൻ പറ്റും, അങ്ങനെ തുടങ്ങിയാൽ തന്നെ എനിക്കത് വിജയിക്കുമോ, അഥവാ വിജയിച്ചില്ലെങ്കിൽ ഫാമിലിയിലുള്ളവരെല്ലാവരും എന്നെ വഴക്ക് പറയില്ലേ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആൾക്കാർ ആരുമില്ല, ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ ഒന്നും അറിയില്ല. സ്വന്തമായിട്ട് എനിക്കിത് എങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി എനിക്കിത് തുടങ്ങാൻ സാധിക്കും. പലപ്പോഴും മുൻപോട്ട് തുടങ്ങാനായിട്ട് കാല് വെച്ചിട്ടുണ്ട്, പക്ഷെ പല റീസൺസ് കൊണ്ട് പിന്നിലേക്ക് വരികയും ചെയ്തു. ഇതിൽ പല ആൾക്കാരും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പലരും എന്നോട് പറഞ്ഞതാണ്, രാത്രിയൊക്കെ ഉറങ്ങാതെ 4:30 മണി വരെയൊക്കെ ഇതുപോലെ പെയിൻറ്റിങ് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുവന്ന ആൾക്കാരുടെ പേജുകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്ത് ഉറക്കമില്ലാണ്ട് ഇത് പോകുന്നത്. അതായത് എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ലല്ലോ, ബാക്കിയുള്ളവർക്ക് അത് പറ്റുന്നല്ലോ, അത് എന്തുകൊണ്ടായിരിക്കാം, അത് എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ, ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന പലരുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ഒരു സപ്പോർട്ടാണ് അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നത്? ശരിക്കും ഇത് നമ്മളിങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മളോട് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എനിക്ക് തോന്നുന്നതാണ്, ശരിക്കും നമുക്ക് അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കാൻ തയ്യാറാണെന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നിലവിലുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു എനിക്കൊരു കുട്ടിയുണ്ടോ, അതായത് ചിലത് ഇപ്പം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം ശരിക്കും അപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയതിനു ശേഷം എനിക്ക് ഫ്രീ ടൈം ഉള്ള സമയത്താണോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്? അതേ ഈ പറഞ്ഞ പോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുകയാണോ ഞാനും ചെയ്യണം? അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്നെ കൊണ്ടത് ശരിക്കും മാനേജബിൾ ആണോ എന്നുള്ളത്. അപ്പൊ എൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റീസ് എന്നെല്ലാം ഞാൻ കുറേയൊക്കെ മാറിയിട്ട് എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിലേക്ക്, കാരണം പലപ്പോഴും ഒരു സ്ത്രീ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത് തന്നെ ഒരു 40കൾക്കൊക്കെ ശേഷമാണ്, കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തീർന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് അവർ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും, അവർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ടൈമുണ്ട്. അപ്പോൾ എനിക്കതിനുള്ള ആദ്യം അത്രയും ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ പോകുമ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം ഉണ്ടോ എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്ത്രീകളുടെയൊക്കെ എനിക്ക് ഒരു മേജർ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്കെല്ലാം. കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യില്ല, നമുക്കെല്ലാം അപ്പോഴും വേണം. ആ ഒരു പെർഫെക്ഷനിസം, അല്ലെങ്കിൽ എല്ലാം എൻ്റെ പ്ലേറ്റിനകത്ത്, എവറിത്തിങ് ഐ നീഡ് ഇൻ മൈ പ്ലേറ്റ് എന്നുള്ളൊരു സംഭവം കൺസെപ്റ്റ് ഉണ്ട് സ്ത്രീക്ക്. അപ്പൊ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇതും ചെയ്യണമെന്ന് പറയുമ്പം അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം കുറച്ചൊക്കെ സാക്രിഫൈസസ് ആ ഏരിയയിൽ വേണം. അപ്പം ബേസിക് ഒരു സ്ത്രീയുടെ സ്വഭാവത്തിൽ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, മറ്റുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചിലതൊക്കെ നേടേണ്ടി വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചിലതൊക്കെ വിടേണ്ടി വരും. അപ്പോൾ കുറച്ച് വീട് ചിലപ്പോൾ മോശമായിട്ട് കിടക്കും, പിള്ളേരുടെ കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി അവർക്ക് സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം കൊടുക്കേണ്ടി വരും. അപ്പോഴും മാത്രമായിരിക്കും എൻ്റെ ഫോക്കസ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 70-80% വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പെട്ടെന്നുള്ള ഒരു ഇനിഷ്യലായിട്ടുള്ള ഒരു റിയാക്ഷന്റെ ഫലമാവരുത് നമ്മുടെ ബിസിനസ്. അത് ചിലപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യും, നമ്മളൊരു കാര്യം തുടങ്ങുന്നു, നീ ഇതൊരു വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലേ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത്, ഞാൻ കാണാറുണ്ട് ഡയറിയൊക്കെ വെച്ച് എല്ലാം പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു 75-80% വിജയിക്കുന്നതായിട്ടാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ. മറ്റേത് നമ്മുടെ ആഗ്രഹമാണ്, മറ്റേത് നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ നമ്മുടെ സാഹചര്യങ്ങൾ അതിനനുസരിച്ച് നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പൊ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ട, നേരത്തെ യൂസ് ചെയ്തൊരു വേർഡാണ് കോൺഫിഡൻസ്. അതായത് എനിക്ക് ഒരു വിശ്വാസം വേണം, എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വേണം. ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഹീലിംഗ് ട്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ കൊണ്ടത് പറ്റുമോ, ഞാൻ ഒറ്റയ്ക്ക് എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം കാരണം ഞാൻ പകുതി വഴി എത്തിയിട്ട് ഞാൻ കരഞ്ഞിട്ട് പറയണം അയ്യോ എനിക്ക് ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് വോണ്ട് ഗോ. അപ്പൊ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും എനിക്ക് അത്രയും എൻ്റെ ഉള്ളിലൊരു വിശ്വാസം വേണം. എന്ത് നെഗറ്റീവ്സ് വന്നാലും വരും, അത് വന്നാലല്ലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? ഓരോ നെഗറ്റീവ്സ് നമ്മുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത്രയും സ്ട്രഗിൾസ് നമ്മൾക്ക് വന്നാൽ മാത്രമേ നമ്മൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഓരോ സ്ട്രഗിളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ലെസൺ ഉണ്ട്. ആ ലെസണിലൂടെയാണ് നമ്മൾ ബിസിനസ് നമ്മുടെ ഗ്രോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഈ സ്ട്രഗിൾസിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ് ഓരോ ബിസിനസ്സുകാരൻ്റെയും തന്ത്രം എന്ന് പറഞ്ഞ പോലെ. ഒരു സ്റ്റാർട്ടപ്പിന്റെ ആളുടെ പുറകിൽ ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടാവും. ആ സ്ട്രഗിൾസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കില്ല് നമുക്ക് എങ്ങനെ ഡെവലപ്പ്, നമുക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടോ,
ഇല്ലെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ കോഴ്സസ് എടുത്തിട്ടുണ്ടോ? കാരണം നമുക്കറിയില്ലാത്ത ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്. അപ്പൊ അവർ പറഞ്ഞു തരുന്ന കുറെ കാര്യങ്ങളും കൂടി നമ്മൾ ഇംപ്ലിമെന്റ് അത് ശരിക്കും നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന കൂട്ട് തന്നെ നമ്മുടെ ഒരു ബേബി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനെ. അങ്ങനെ എല്ലാ ആംഗിളിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പകുതി വഴി വെച്ചിട്ടിട്ട് പോവേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാം, ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റി, എനിക്ക് എന്ത് പേരിട്ട് വിളിക്കണമെന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ മാമിനെ കുറിച്ച് അറിയുന്നതും നമ്മുടെ അടുത്തേക്ക് വരുന്നതും. ആ ഒരു സമയം ഞാൻ നേരിട്ടൊരു ഘട്ടം എന്ന് പറയുന്നത്, എനിക്ക് ഒരേ സമയം ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട്, കയ്യിൽ കാശ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് മണി മാനേജ്മെന്റ്, അതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് വരുന്നത്. അപ്പോൾ കുഞ്ഞു മോനാണ്, ഒരേ സമയം എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് എല്ലാം ഒരു ദിവസത്തിൽ എടുക്കാൻ പറ്റാത്ത അത്രയും വർക്കുകൾ ഒരുമിച്ച് മിക്സപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിൽ ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് അതും താങ്ങാൻ പറ്റുന്നില്ല, കസ്റ്റമേഴ്സിനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് മെസ്സപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്കും വീട്ടിൽ ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞത്, നീ തൽക്കാലം ഒന്ന് നിർത്തി വെക്കും, എന്നിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി കാര്യങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ പോയിട്ട് പിന്നീട് ഇതിലേക്ക് ഒന്നൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല. കാരണം ഞാൻ ഇത്രയും വർഷം വളരെ ആഗ്രഹത്തോടു കൂടി ഞാൻ തുടങ്ങിയ എൻ്റെ ഒരു സംരംഭം ഇടയ്ക്കിട്ടിട്ട് പോകുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഇതേപോലെയാണ് പല സംരംഭകരും ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു സമയം എനിക്ക് മാം ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് എനിക്ക് പറഞ്ഞത്, പ്രത്യേകിച്ച് എനിക്കൊരു മൈൻഡിനൊരു ഹീലിംഗ് കിട്ടാനും പിന്നീട് എൻ്റെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാനും ഒരു മൈൻഡ്ഫുൾനെസ്, ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നതും അതിലൂടെയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചാനലിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ആഗ്രഹമാണ്, അവരും ഇതേ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ യോഗ, മെഡിറ്റേഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? ഇത് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ നീതു തന്നെ യൂസ് ചെയ്തൊരു വേർഡ് ഉണ്ട്, ബ്രേക്ക് എന്ന് പറയുന്നൊരു സാധനം. എനിക്ക് തോന്നാറുണ്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്നല്ല, എന്ത് ഈ പറഞ്ഞ പോലെ ഒരു ടു മച്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ നോക്കുകയാണ് കേസ്, അപ്പോൾ എനിക്ക് അത്രയും നമ്മളിങ്ങനെ ആൾക്കാരെ കാണുന്നു, അവരുടെ ഈ പറഞ്ഞ പോലെ കൂടുതൽ നെഗറ്റീവ്സാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമുക്കൊരു ബ്രേക്ക് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് ഉറങ്ങണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പിറ്റേ ദിവസം രാവിലെ എണീക്കാനായിട്ട് നമ്മൾ ഫ്രഷ് ആവണമെങ്കിൽ നമ്മൾ നന്നായി ഉറങ്ങണം എന്ന് പറഞ്ഞ പോലെ ഇത്രയും റെസ്പോൺസിബിലിറ്റി, ഇത്രയും ടു മച്ച് ഓഫ് സ്ട്രഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നീതു ചെയ്ത പോലെ ഒരു 1 month ഒന്നും ബ്രേക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ഒരു ബ്രേക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് പോസിബിൾ ആവണമെന്നില്ല, പക്ഷെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊരു റിച്വൽ ഉണ്ടാക്കുക. അതായത് രാവിലെ നമ്മൾ ഉറങ്ങി എണിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ചെറിയ കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അവരിപ്പം ഉറങ്ങി എണിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വന്നിട്ട്, ഞാൻ നീതുവിനും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ബ്രീത്തിങ് ടെക്നിക്സ്. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ ആ സമയം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ആ സമയം നമ്മളുടെ ഒരു റിച്വലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു 7 days കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ഹാബിറ്റായി. അത് 7 to 14 days ആകുമ്പോൾ നമ്മുടെ ഹാബിറ്റായി, നമ്മൾ കൃത്യമായിട്ട് ഉണരുകയും ചെയ്യും. ഒരിക്കലും രാവിലെ എണിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടെന്ന് ഞാൻ പോലും രാവിലെ യോഗയ്ക്ക് വേണ്ടി 1 മാസം ശീലിച്ചു കഴിഞ്ഞാൽ കൃത്യം നമ്മൾ ആ സമയത്ത് കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റിച്വൽ നമ്മൾ ഉണ്ടാക്കുക. റിച്വൽ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ എല്ലാവരുടെയും സ്ട്രെസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ടെക്നിക്ക്, നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൽ വായിച്ചൊരു സാധനമാണ്. അതായത് ഒരു 17 seconds നമ്മളുടെ മനസ്സിലൊരു നല്ല തോട്ട്, അതൊരു ഫേമസ് ഒരു ബിസിനസ് മാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കോപ്പപ്പ് ചെയ്യണം എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞൊരു മറുപടിയാണ്, ഒരു 17 സെക്കൻഡ് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് എത്ര സ്ട്രെസ്സിലിരിക്കുന്ന സമയത്തും എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു മെമ്മറി ഞാൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ 17 സെക്കൻഡ് നമ്മുടെ മൈൻഡിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളുടെ അപ്പം തന്നെ മൂഡ് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും നെഗറ്റീവായിട്ടിരിക്കുന്ന സമയം, നമ്മൾ പറയില്ലേ അത്രയും മോശമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു 17 seconds നമ്മൾ ഹോൾഡ് ചെയ്യാണ് മനസ്സിൽ. അങ്ങനെ ഒരു പിക്ചർ, അവിടെ നമുക്ക് എന്ത് ഹാപ്പിനെസ് ആയിരുന്നു നമ്മൾ ഫീൽ ചെയ്ത് ആ ഒരു ഫീൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പോലും അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇതൊരു സിമ്പിൾ ടെക്നിക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഞാൻ എൻ്റെ ഇപ്പം നീതു പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യമാണ്, രാവിലെ നമ്മൾ എണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗയും ബ്രെത്ത് വർക്ക് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ട് വരുന്നൊരു കാര്യം യോഗയിലും ബ്രീത്തിങ്, ഇതിനകത്തുമെല്ലാം ബ്രീത്തിങ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരിക്കലും അക്നോളജ് ചെയ്യാത്ത നമ്മളുടെ ശ്വാസം, അത് നമ്മൾ ആങ്സൈറ്റി ആകുമ്പോൾ അതിന് താളത്തിന് വ്യത്യാസം വരികയാണ്, ഒരു ഡിപ്രഷൻ. അപ്പം ഇങ്ങനെ അതിൻ്റെ എന്താണ് ശരിക്കും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ഒരു 2-3 മിനിറ്റ് നേരം, അതായത് അത് എക്സൈൽ ചെയ്യുന്നതും ഇൻഹെയിൽ ചെയ്യുന്നതും മാത്രം, അതായത് അത്രയ്ക്കും സിമ്പിളായിട്ട് നമ്മൾ കണ്ണടച്ച് ഒരു 5 minutes നമ്മളുടെ ഡേ
വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയോ അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളുടെ ബ്രെത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പോലും അത് നമ്മൾ ആദ്യത്തെ റിച്വലായിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ വളരെ പോസിറ്റീവ് എനർജറ്റിക് ആയിട്ട് നമ്മൾ അതിൻ്റെ ആ ബ്രീത്തിങ് മാത്രം നമ്മൾ ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയാണത്, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാണ് 7 കൗണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ 14 കൗണ്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്ക് പീസ്ഫുൾ ഫീൽ ചെയ്യാൻ പറ്റും, നമ്മൾ കുറച്ചുകൂടി ഗ്രൗണ്ടിങ് ആയി നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മൾ മാറ്റുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തേക്കുള്ള കംപ്ലീറ്റ് എനർജി നമ്മൾ ആ ശ്വാസത്തിലൂടെ നേടിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള സിമ്പിൾ ടെക്നിക്സ് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ലാതെ നമ്മളിത് കമ്പൽസറി നമ്മൾ മോർണിംഗിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു 7 ദിവസം നമ്മൾ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ശരിക്കും നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് അതായത് അത് വലിയ റെസ്പോൺസിബിലിറ്റി. നമ്മളൊരു ജോലിയെക്കാളും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതിന് ഭയങ്കര ഒരു നമ്മളൊരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കണ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റി വെക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഫുഡ്. ചിലപ്പോൾ നമ്മൾ ആഹാരം കഴിക്കൂല, ആഹാരം കഴിക്കാതെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഓടുകയാണ്. കാരണം നമുക്ക് ആ വിജയിപ്പിക്കണമല്ലോ ആ സാധനത്തിനെ. അതിനുവേണ്ടി നമ്മുടെ ഹെൽത്ത് എല്ലാം കളഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഓടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ശരിക്കും പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ട്. ബേസിക് തിങ്സ്, നമ്മുടെ ഫുഡ് ഇൻടേക്ക് പ്രോപ്പർ ആണോ, അതേ നമ്മളൊരു പഫ്സും ചായയും കഴിച്ചിട്ടാണോ ഹോൾ ഡേ നിൽക്കുന്നത്, നമുക്ക് എന്തൊക്കെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ നല്ല ഫുഡിൽ, അല്ലെങ്കിൽ അപ്പോൾ അതിനുള്ള ഇമ്പോർട്ടൻസ്. ആഹാരം കഴിക്കണം, കൃത്യസമയത്തിന് കഴിക്കണം, കൃത്യസമയത്തിന് ഉറങ്ങണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സ്റ്റാർട്ടപ്പ് തുടങ്ങിയതിന് ശേഷം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒന്നും പാടില്ല. വേറെ ഏത് സമയത്താണോ ആലോചിച്ചോട്ടെ. കാരണം മനുഷ്യന്റെ ലൈഫ് ടൈമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സമയമാണ് ഒന്ന് ഉറങ്ങാൻ പോകുന്ന സമയം, ഒന്ന് ഉറങ്ങിയെണിക്കുന്ന ടൈം. ഈ 2 സമയം പ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മുടെ ബിസിനസ് ഒക്കെ ഫ്ലറിഷ് ആവുന്നുള്ള രീതിയിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഫുഡ് ശ്രദ്ധിക്കണം, നമ്മളുടെ ഉറക്കം ശ്രദ്ധിക്കണം, കൂടുതൽ ഒരുപാട് ചിന്തകളിലേക്ക് നമ്മൾ പോവാണ്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ശരിയാവും, പോസിറ്റീവ്. കാരണം ഇതെല്ലാം എൻ്റെ ലെസൺസ് ആണെന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് പലപ്പോഴും മുമ്പിൽ വന്നിരിക്കുന്ന ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ പ്രത്യേകിച്ച് എനിക്ക് നീതിനത് ഇഷ്ടമാണ് ആ ഡ്രിങ്ക് ഒക്കെ. നമ്മൾ രാവിലെ തന്നെ നേരത്തെ ഞാൻ റിച്വൽ പറഞ്ഞ കൂട്ട് തന്നെ രാവിലെ നമ്മളുടെ ഒരു മോർണിംഗ് ഡ്രിങ്ക് നിർബന്ധമായിട്ടും സ്ത്രീകൾ, കാരണം സ്ത്രീകളുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് കുറയുന്ന സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ചും കൊറോണയ്ക്കൊക്കെ ശേഷം. അപ്പം നമുക്കൊരു എനർജി ഡ്രിങ്ക് എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ഫസ്റ്റ് ഡ്രിങ്ക്, ചായ കുടിക്കുന്നവർ ചായ ഒഴിവാക്കാം. ഞാൻ ഭയങ്കര ഒരു ചായ കുടി ശീലമുള്ള ഒരാളാണ്. അപ്പം അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചൂടുവെള്ളത്തിൽ നാരങ്ങ നീരോ തേനോ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിഞ്ച് ടെർമറിക്, അതിൻ്റെ കൂടെ ടെർമറിക്കിൻ്റെത് 100 ടൈംസ് കൂട്ടാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും കൂടി നമ്മൾ ഇടുകയാണെങ്കിൽ കുറേ ഗുണങ്ങളായി നമ്മളുടെ ഫസ്റ്റ് സാധനത്തിൽ നിന്ന്. ചിലപ്പോൾ ആ ഒരു ഹോൾ ഡേ ഒരു ക്ലെൻസിങ്ങിനായിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്ന സാധനം, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മളുടെ ഹെൽത്തിന്, കാരണം നമ്മൾ ലീസ്റ്റ് ബോധോടായിരിക്കും മിക്കവാറും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഈ ബേസിക് തിങ്സ് നമ്മളൊന്ന് അടുക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് ഈ സ്റ്റാർട്ടപ്പ് മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു എനർജിയും കൂടി നമുക്ക് അതിനകത്ത്. മാം, നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലരിലും അവർക്ക് ഇപ്പോഴും മാമിനെ നേരിട്ട് കണ്ട് അവരുടെ കൺസേൺസ് പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അവരിൽ പലരും കടന്നു പോകുന്നത്. പലർക്കും ചിലപ്പോൾ ബിസിനസ്സിലുമായിട്ട് റിലേറ്റുള്ള കാര്യങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഉത്തരം വീട്ടുകാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവരിൽ പലർക്കും അറിയില്ല ഇവരെന്താണ് ചെയ്യുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് എങ്ങനെ മാമിൻ്റെ അടുത്തേക്ക് എത്താം? ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടോ? മാമിനെ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാമോ? റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് എൻ്റെ പേഴ്സണൽ ലിങ്കാണ് ഹിംജി ബൈലിയ എന്നുള്ളത്, കാരണമാകുന്നത് പേഴ്സണൽ ലിങ്കാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ലീനാറെഡി ഹോസ്പിറ്റലിലാണ്. അവിടെ ഇപ്പോഴും കൺസൾട്ടേഷൻ ഉണ്ട്, കാരണം അവിടെ എൻ്റെ പഴയ പേഷ്യൻസ് ആണ് കൂടുതലും. ഇതൊരു പേഴ്സണൽ ക്ലിനിക്കും തെറാപ്പിക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലിനിക്കായിട്ടാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറയും ഓൺലൈൻ കൺസൾട്ടേഷൻ വേണ്ട, നിങ്ങളുടെ എല്ലാവരും മടിയാണ്. അപ്പോൾ അതല്ല ദൂരേക്കുള്ളവരാണെങ്കിൽ അത് കൺസൾട്ടേഷൻ ഉണ്ട് ഓൺലൈൻ, പുറത്ത് ജില്ലയിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവർക്ക് വിളിക്കാം. അത് മിക്കപ്പോഴും ഈ ടൈം അല്ലാത്ത ടൈമായിരിക്കും, അവരുടെ കൺവീനിയൻ ടൈം അനുസരിച്ചായിരിക്കും കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും എന്നാൽ കഴിയുന്ന ഹെൽപ്പ് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഇത് നമ്മൾ നേരത്തെ ആ ഡ്രിങ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സ്ട്രെസ്സിന്റെ ഒരു മേജർ റീസൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് കൂടുതൽ ഇൻഫ്ലമേഷൻ ആണ്. സ്ത്രീകളുടെ ഇപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ലേഡി പേഷ്യൻസിൽ അതിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന പേഷ്യൻസ് ആണ്. ഒരു ഏജ് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അപ്പൊ ഇൻഫ്ലമേഷൻ ആണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അവർ ശ്രദ്ധിക്കുന്നില്ല സ്ട്രെസ് കൊണ്ടുവരുന്ന ഇൻഫ്ലമേഷൻ. അപ്പൊ അങ്ങനെയുള്ളവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞൊരു അങ്ങനെ ഒരു റിച്വൽ പോലെ ആ ഒരു ഡ്രിങ്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട്. കാരണം എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് പറഞ്ഞത്,
ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 30 ഡേയ്സിനകത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും നമ്മുടെ ബോഡി. നമ്മൾ കുറെ കൂടെ ക്ലെൻസ്ഡ് ആവും, നമ്മൾ കുറച്ചും കൂടി നമ്മുടെ പെയിൻ ഒക്കെ മാറും, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് മാം, പലരും പറയും ഭയങ്കര നടുവേദനയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിലൊരു ഭാഗം എപ്പോഴും പെയിൻ ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു റൂട്ട് കോസ് തേടി പോയി കഴിഞ്ഞാൽ അവർ സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള വേദനകൾ പലതും മനസ്സിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നതാണെന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റില്ല, നമ്മൾ ഇങ്ങനെ നമ്മളെ സ്വയം ഒരു ബോഡി റിച്വലിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും സ്ത്രീകളുടെ ബോഡിയിൽ, സ്ത്രീകളുടെ അല്ല, എല്ലാവരും ഏത് ഹ്യൂമൻ ബീങ്ങിന്റെയും ഇപ്പൊ നമുക്കിപ്പോ ഒരു 40കളാണെങ്കിൽ 40കൾ വരെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ട്രോമാസ് ഉണ്ട്. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി എക്സസൈസ് ചെയ്താലോ അല്ലെങ്കിൽ കുറെ നമ്മൾ ചെയ്യാം, നമ്മൾ പറയുന്നതാണ് സ്ട്രെസ് ഒക്കെ കുറെ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ട്രോമാസ് ഒന്നും ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ പോകും. അപ്പൊ അതിനതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കണ്ടാണ് നമുക്ക് തെറാപ്പിസ്റ്റിനെ ഇത് ആസ് എ തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്കൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. കാരണം ആൾക്കാർ ഒരു തെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ പറയുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഇങ്ങനെ പെയിൻ പോയി അല്ലെങ്കിൽ ഇങ്ങനെ പോയി അവരവരുടേതായ ഭാഷയിൽ കൂടി അവർ പറയുന്ന കാര്യമാണ്. ശരിക്കും നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. ശരിക്കും അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇത്രയും സ്റ്റോർ ഓഫ് ട്രോമാസ് അല്ലെങ്കിൽ നമ്മളെ ബോഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ്. നമ്മളൊരു ഡീപ് മെഡിറ്റേഷനിൽ പോകുന്നു, നമ്മളിപ്പം തെറാപ്പി ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ടാപ്പിംഗ് ചെയ്യണം. ടാപ്പിംഗ് പോലുള്ള ടാപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിലീസസ് മനസ്സിലാവണം. നമ്മളെ ബോഡി ഇത്രയും റിലാക്സ്ഡ് ആവുന്നു. നമ്മൾ തന്നെ പറയണം നമുക്ക് എന്തൊക്കെയോ പോയി പോലെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പെയിൻ പോയി ഇങ്ങനെയുള്ള കുറേ. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്നവരുണ്ട്. അപ്പൊ അത്രയും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡി കീപ്സ് ദ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ബുക്ക് തന്നെയുണ്ട്. അതായത് നമ്മൾ ഓരോ സെൽസും സ്റ്റോർ ചെയ്യാം, ഓരോ കാര്യങ്ങൾ. അപ്പൊ അതിനെ എത്രത്തോളം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത്രത്തോളം റിലാക്സ് ആക്കുക. നമുക്ക് നമ്മുടെ വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, വിൽ ബി ഹാപ്പി. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മാമിന്റെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സമയം എനിക്ക് വേണ്ടിയിട്ട് എന്റെ ചാനലിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിൽ ഒത്തിരി സന്തോഷം. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മാമിനെ ഒരുപാട് ആൾക്കാരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്റെ ഒരു ചെറിയ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പല പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്നിലൂടെ ഒരാൾക്കെങ്കിലും ഒരു ഹീൽ ലഭിക്കുന്നുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ തന്നെ എനിക്ക് കൊണ്ടുവരണമെന്നും എന്റെ ലൈഫിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ആളായതുകൊണ്ട് തന്നെ മാമിനെ എനിക്ക് എന്റെ ചാനലിലൂടെ എല്ലാവർക്കും ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ ഇത്രയും വിലപ്പെട്ട മാമിന്റെ സമയം എനിക്ക് വേണ്ടിയിട്ട് തന്നതിൽ ഒത്തിരി സന്തോഷം. വളരെ ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിന് ഒത്തിരി നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാമിന് സാധിക്കട്ടെ. താങ്ക് യു മാം. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം. നീതു എന്ന് പറയുന്ന വ്യക്തി ഇത്രയും എഫേർട്ട് എടുക്കുന്നത് ഒരു സ്ത്രീയും കൂടി അവർക്ക് അപ്പൊ നമ്മളൊരു ട്രൈബാണ്. അപ്പൊ ഇതുപോലുള്ള ഓരോ സ്ത്രീകളും ഇങ്ങനെ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ്. അതിന് ഇത്ര എഫേർട്ട് എടുക്കണം. ഇവിടെ വന്നു അല്ലെങ്കിൽ എന്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ എനിക്കും അല്ലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ഞാനും ഓൾസോ വെരി താങ്ക് യു. താങ്ക് യു.